ദിവ്യ, ഞാനിപ്പോൾ അരീക്കൽ തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയൊരു കുടുംബ ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണിയൊക്കെ ആയോ, എന്താണ് ഫുഡ് എന്നൊക്കെ ഉള്ളതൊക്കെ ഉമ്മനോട് ചോദിക്കാം. ഉമ്മ, അങ്ങനെ ബിരിയാണിയൊക്കെ എല്ലാം ഫുഡൊക്കെ റെഡിയായോ? റെഡിയായി. ആണോ? ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ? ചോറ്, മന്തി, അൽഫാം, കോഴി പൊരിച്ചത്, ഇറച്ചി വരട്ടിയത്, ഇറച്ചിക്കറിയൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? അടിപൊളി തന്നെ. ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന ഒരു അടിപൊളി ആഘോഷം കൂടിയാണ്. അത് തന്നെ, എല്ലാവരും കൂടി. ഇതിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് എല്ലാവരും കൂടെ ചേർന്നിട്ടാ? ഓ അതെ. രാവിലെ പള്ളിയിൽ നമസ്കാരത്തിനൊക്കെ പോയി വന്നതിന് ശേഷമുള്ള പരിപാടിയാണ്. അതെ അതെ. അതിൻ്റെ ആദ്യം കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ കഴിഞ്ഞാരി ഉണ്ടാക്കി. കഴിച്ചോ? കുറച്ച് പേരൊക്കെ കഴിച്ചോ? കുറച്ച് പേരൊക്കെ കഴിച്ച്. ഇനിയിപ്പോൾ ഉണ്ട് കുറച്ചാളും കൂടിയൊക്കെ. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. ആണ് സന്തോഷം. കൊല്ലത്തിലൊരിക്കലല്ലേ. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാവും. ഓ, വിഭവങ്ങൾ ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ ബിരിയാണി ഉണ്ട്, ഒപ്പം തന്നെ മന്തിയും ബീഫും. എന്താ മന്തി കൊണ്ടുവച്ചില്ലേന്ന് നോക്കിയതാ. എല്ലാം ഉണ്ട്, മന്തിയൊക്കെ ഉണ്ട്, എല്ലാമായിട്ട് സെറ്റാണ്. കുറച്ച് പേര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ? അടിപൊളി അല്ലേ? നമുക്ക് ഇവിടെ എങ്ങനെയുണ്ട് ഉപ്പ പെരുന്നാളൊക്കെ? വളരെ റായത്താണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണല്ലോ. പ്രായത്താണ്. എല്ലാരും ഈ ഒരു കൂട്ടായ ഒരു ആഘോഷം കൂടിയാണല്ലോ ഇത്. ആ, കൂട്ടായ ആഘോഷം കൂടിയാ. എല്ലാവരും കൂടി വരുന്ന ഭക്ഷണം കഴിക്കലൊക്കെ അങ്ങനെ കുടുംബങ്ങളൊക്കെ കൂടി എല്ലാവരും ഈ പെരുന്നാൾ ദിവസം എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചു ചേരും. അതാണല്ലേ നമ്മുടെ ഒരു സന്തോഷം. അതെ, എല്ലാവരും ഒന്നിച്ചേരും. അതാണല്ലോ സന്തോഷം. എത്ര പേരുണ്ട് ഇപ്പൊ? ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇത്ര കുട്ടികളടക്കം എത്രയാ ആൾക്കാര് ഇവിടെ അല്ലേ? ഒക്കെ നമ്മളെ കുട്ടികളും അനിയന്മാരെ മക്കളും ഏട്ടന്മാരെ മക്കളും ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാവരും കൂടിയാണ്. ഇനിയുണ്ടോ ആൾക്കാർ? ഇനിയും വരാണ്ട്. എപ്പോഴാണ് എല്ലാവരും എപ്പോഴാ എത്തുക? അങ്ങനെ എത്തിക്കൊണ്ട് കുഞ്ഞിങ്ങനെ വന്നുകൊണ്ട് ഭയങ്കര സന്തോഷമായിക്കില്ല ഇങ്ങനെ എല്ലാവരും ചേരുന്ന സമയം? എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ചേരുന്ന സമയമാണല്ലോ ഇപ്പോൾ. എല്ലാ ആളുകളും എല്ലാവരും വന്നുകൊണ്ട് കാണിച്ചാൽ പറഞ്ഞ രീതിയിൽ എല്ലാ ആളുകളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോകുന്ന സമയമാണ്. നമുക്കിവിടെ കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അകത്തല്ല കാര്യം പുറത്താണ് എന്നുള്ളത്. കണ്ടില്ലേ എത്ര ആളുകൾ നോക്കുന്നേ, കുറേ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് പെരുന്നാൾ ഇവരങ്ങ് ആഘോഷിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയാണ് പെരുന്നാൾ അല്ലേ? എങ്ങനെയുണ്ട് പെരുന്നാൾ ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? ഒരു മാസത്തെ 29 ദിവസത്തെ നമ്മൾ റംദാൻ വ്രതം കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എല്ലാം ഉഷാറാണ്. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് അടിപൊളി. കയ്യിലുണ്ടോ? കുട്ടികൾക്ക് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചു ചേരുന്ന അവസരം എന്നൊക്കെ പറഞ്ഞ് ഈ പെരുന്നാളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അതൊക്കെ ഒരു സന്തോഷമാണല്ലോ അല്ലേ? അതെ അതെ, അതൊക്കെ സന്തോഷമാണ്. എങ്ങനെയുണ്ട്? എന്താ ഇങ്ങനെ പിന്നോട്ടൊക്കെ പോണേ? ഏതാ പാട്ടുണ്ടോ? പാട്ടൊക്കെ പാടുവോ? നിങ്ങളെ കുടുംബമൊക്കെ ആയി എല്ലാവരും പാടിച്ചെന്നാ പാട്ടൊക്കെ ആയിരിക്കില്ല. പക്ഷെ ഞങ്ങൾ വന്നോണ്ട് പാട്ട് പാടുവോ? എല്ലാരും കൂടെ? എന്നാ പിന്നെ എല്ലാരും കൂടെ ഒരു പാട്ടൊക്കെ ആവാ അല്ലെ? ആരാ നേതൃത്വം കൊടുക്ക? കേക്കട്ടെ പാട്ട്. ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞിരുന്നില്ല പാട്. എവിടെ പാട്ട്? മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ. അപ്പൊ ഇനി എല്ലാരും കൂടെ ഒരു പാട്ടായാലോ? തുടങ്ങിക്കോളി എല്ലാരും കൂടെ. ഗായകനാണോ? അല്ലല്ല. മമ്പുറപ്പൂ മക്കാമിലെ മൗലാദ വീരവാസിലെ ഇമ്പപ്പൂവായ ഹുത്ത് ബോലി സയ്യിദലവി റളിയല്ലാഹ്. മമ്പുറപ്പൂ മക്കാമിലെ മൗലാദ വീരവാസിലെ ഇമ്പപ്പൂവായ ഹുത്ത് ബോലി ഇതിപ്പോ പറഞ്ഞ പോലെ തന്നെ ആരാ പാട്ട് ആരാ ഗായകൻ എന്ന് വെച്ചാൽ ഇതാ ഗായകൻ തന്നെ. പക്ഷെ ഇവിടെ എല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു വലിയ സന്തോഷം അല്ലേ ഇത്? ഇങ്ങനെ കൂടിച്ചേരുക പാട്ട് എന്നൊക്കെ പറയാം. വേറെ എന്ത് വേണം? കുട്ടികളൊക്കെ ചേർന്ന് എല്ലാ തലമുറയുണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട്. ഇനിയുണ്ട്, കുറെ കൂടെ ഇനിയുണ്ട്. ഒരുപാട് ഇനിയുണ്ട്. അപ്പൊ ഇനി വരും, വൈകുന്നേരം ആകുമ്പോഴേക്കും ഫുൾ ആവും. നമ്മളെ തറവാട് തന്നെ വല്യമ്മ വല്യപ്പാക്ക് 10 മക്കളാണ്. 5 ആൺമക്കൾ 5 പെൺമക്കള്. അതിൽ തന്നെ ഒരുപാട് പേരമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്താലും നമ്മളെ പരിപാടികൾ തീരില്ല. പെരുന്നാളാകുമ്പോ എല്ലാരും കൂടെ പോരും. തീർച്ചയായിട്ടും. ഇത് നമ്മളെ ഫൈസൽ ഖാൻ, നമ്മുടെ നിതിൻ ഗോപിയുടെ ഫ്രണ്ട് കൂടിയാണ്. ഫൈസൽ ഖാന്റെ വീടാണിത്. എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇത്രയും പറഞ്ഞ പോലെ വലിയൊരു തറവാട്. അപ്പൊ ഈ ആഘോഷമൊക്കെ എങ്ങനെയാ? നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാവാറ്? ഇപ്പോൾ പകുതി ഞങ്ങൾ കണ്ടുകൊണ്ടിഞ്ഞ് ഒരുപാട് കിടക്കാണ്ട് നേരം വൈകുന്നേരം ആകുമ്പോൾ തന്നെ എല്ലാവരും എത്തിപ്പെടും. കണ്ടതൊക്കെ ചെറുത്, കാണാനുള്ളതാണ് വലുതല്ലേ? ഒരാഴ്ച ഷൂട്ട് ചെയ്താലും തീരൂല പരിപാടി. ഇത്രയും കഷ്ടമാണ്. ഈ പിള്ളേരെ കണ്ടത് മൈലാഞ്ചി ഇട്ട് കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എവിടെ മൈലാഞ്ചി ഇട്ട കൈയൊക്കെ എവിടെ കാണട്ടെ? ഇതൊക്കെ എപ്പോഴാ ഇട്ടേ?
ഇന്നലെ ഇട്ടു. ഇന്നലെ ഇത് തന്നെയായിരുന്നോ പണി? ഇതാരാ ഇട്ട് തന്നെ? ആരാ ഇട്ട് തന്നത് മൈലാഞ്ചിയൊക്കെ? എന്താ രസോ. ആരാ? ആണോ? ഇതിന് ഇച്ചിരി ചോപ്പ് കൂടുതലുണ്ടോ? ഇതെന്താ ചോത്ത്? എങ്ങനെ ചോത്ത് കുറച്ച് ചോപ്പ് എങ്ങനെ കൂടുതൽ വന്നു? എന്തായാലും വലിയ ആഘോഷമാണ്. ഇപ്പോൾ രാവിലെ തന്നെ അവർ നമസ്കാരമൊക്കെ കഴിഞ്ഞു, പള്ളിയിലൊക്കെ പോയി വന്നു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചോ? നിങ്ങളൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിരിക്കുകയാണ്. എന്തായാലും വലിയ ആഘോഷത്തിന്റെ നിറവിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ. പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത്. കൂടിച്ചേരലാണ്. ഒപ്പം തന്നെ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം എത്തുന്ന ഒരു ആഘോഷം കൂടിയാണ്. എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ തവണത്തെ നോമ്പുകാലൊക്കെ? നല്ലായിരുന്നു, ഉഷാറായിരുന്നു അല്ലേ? ഇന്നിപ്പോ എവിടെ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ പോയി വന്നതാണ്? എല്ലാം കൂടെ അടിപൊളി ആഘോഷമാണ് ദിവ്യ. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പെരുന്നാൾ. എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷത്തിനപ്പുറം മറ്റെന്താണ് വേണ്ടത്?